ഏറെ കാലത്തിന് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിക്കുന്ന ഒരു ചിത്രമാണ് മഹേഷ് നാരായണന്റെ ആ ഒരു ചിത്രം. അതിന്റെ ഒരു ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന ഒരു ടൈമിലാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത, അതായത് മമ്മൂക്കാക്ക് ക്യാൻസർ ആണ് എന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ വന്നതും. അതുമാത്രമല്ല, അദ്ദേഹം ചെന്നൈയിലെ ആശുപത്രിയിൽ ഈ ഒരു ക്യാൻസറിന് വേണ്ടിയിട്ട് ചികിത്സയിലാണ് എന്ന് വരെ പരന്നു. അതിന്റെ പിറ്റേന്ന് തന്നെ ഈ ഒരു വാർത്താ പ്രചരണം ഉണ്ടായതിനു ശേഷം തന്നെ ഈ മമ്മൂക്കയുടെ PR ടീം ഈ ഒരു വാർത്ത വ്യാജമാണെന്ന് തള്ളിക്കൊണ്ട് അവരുടെ PR ടീം രംഗത്ത് വന്നിരുന്നല്ലോ. ഇത് വ്യാജ വാർത്തയാണെന്ന് അവര് രംഗത്ത് വരികയും ചെയ്തു. ഇപ്പൊ നമുക്കറിയാലോ, ഒരു റംസാൻ കാലമാണ്. അപ്പൊ ഈ ഒരു റംസാൻ വ്രത ആരംഭത്തിന്റെ ഭാഗമായിട്ട് മമ്മൂക്ക കുറച്ച് ദിവസത്തേക്ക് ഇടവേള എടുത്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് വാപ്പച്ചിയുടെ അസുഖം അറിഞ്ഞുകൊണ്ട് മകൻ ദുൽഖറും ഈ ഒരു എന്തോ സിനിമയുടെ ഷൂട്ടിംഗ് ആയിരുന്നു, ആ ഷൂട്ടിംഗ് നിർത്തിവെച്ച് വാപ്പയ്ക്കരികിൽ വന്നു എന്ന തരത്തിലായിരുന്നു മറുനടൻ ചാനലിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം റംസാൻ കാലമായതുകൊണ്ട് തന്നെയാണ് ഇരുവരും ഷൂട്ടിങ്ങിൽ നിന്ന് ഒരു ഇടവേള എടുത്ത് മാറി നിന്നതും. എന്നാൽ നമ്മുടെ അഖിൽ മാരാർ, ബിഗ് ബോസ് താരമായ അഖിൽ മാരാർ ഇതെല്ലാം തള്ളിക്കൊണ്ട്, അതായത് താൻ മമ്മൂക്കയായിട്ട് സംസാരിച്ചു, അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു, അദ്ദേഹം സുഖമായിരിക്കുന്നു എന്നൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അഖിൽ മാരാർ രംഗത്ത് വന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ആ വീഡിയോയിൽ കേട്ടല്ലോ. കൂടാതെ അഖിൽ മാരാർ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പും കൊടുത്തിട്ടുണ്ടായിരുന്നു. മമ്മൂക്കയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് അനാവശ്യ വിവാദങ്ങൾ കത്തിച്ച് വാദപ്രതിവാദങ്ങൾ നിരത്തി ആഘോഷിക്കുകയാണ് ഓൺലൈൻ മാധ്യമങ്ങൾ. മറുനാടൻ മലയാളിയിലാണ് ആദ്യം ഇത്തരം വാർത്ത വരുന്നത്. ആ വാർത്തയ്ക്ക് പിന്നും, അതായത് നമ്മളും ആ ഒരു മറുനാടനിൽ തന്നെയാണ് ആദ്യം ഈ ഒരു ന്യൂസ് കണ്ടത്. എനിക്ക് തോന്നുന്നു 1 മില്യണിലധികം ആളുകൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകും. കാരണം മമ്മൂക്കയെ പോലുള്ള ഒരു മഹാനടന് ഇത്തരത്തിലൊരു രോഗമുണ്ടെന്ന് പറയുമ്പം ആരാധകർക്ക് ശരിക്കും ആശങ്ക തന്നെയാണല്ലേ, ഞെട്ടിപ്പോകുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അപ്പം ശരിക്കും ആ ഒരു തമ്പനിയിലും അല്ലെങ്കിൽ നമ്മുടെ മമ്മൂക്കാക്ക് ഇത്തരത്തിൽ രോഗമുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി ആ വാർത്ത ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണുമായിരുന്നു. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, മമ്മൂക്കയ്ക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന സത്യം. 2, അതിന്റെ നിർമ്മാതാക്കളോട് ഷാജൻ സ്കറിയയ്ക്കുള്ള ശത്രുത. അപ്പൊ ഇവിടെ അഖിൽ മാരാർ പറയുന്നത് മറുനാടന് ആ ഒരു നിർമ്മാതാക്കളോട് ശത്രുത ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വ്യാജ വാർത്ത പടച്ചുവിട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ നമുക്ക് ബാക്കി കുറിപ്പൊന്ന് നോക്കാം. വാർത്തയിലെ സത്യത്തെ മുന്നിൽ നിർത്തി തന്റെ ശത്രുവിനെ അടിക്കുക എന്ന നയമാണ് ആ വാർത്തയിൽ അദ്ദേഹം നടത്തിയത്. മലയാളത്തിലെ ഏറ്റവും വലിയ പ്രോജക്റ്റായി നടക്കുന്ന മമ്മൂട്ടി മോഹൻലാൽ ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിൽ ഏതാണ്ട് 100 ദിവസത്തിലധികം പല രാജ്യങ്ങളിൽ സഞ്ചരിച്ചും പ്രയാസമേറിയ രംഗങ്ങളിൽ പോലും പ്രായം നോക്കാതെ ആരോഗ്യം ശ്രദ്ധിക്കാതെ പൂർണ്ണമായ അർപ്പണ ബോധ്യത്തോടെ അഭിനയിച്ച മമ്മൂക്കയ്ക്ക് മുൻകാലങ്ങളിൽ പുലർത്തി വന്ന ഭക്ഷണക്രമങ്ങൾ പിന്തുടരാൻ കഴിയാത്ത അവസ്ഥ വന്നു. 73 വയസ്സിൽ ലോകത്ത് ഒരാളും ഇത്ര ആവേശത്തോടെ സിനിമയെ സമീപിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരേ സമയം സിനിമയ്ക്ക് ബഡ്ജറ്റ് കാര്യത്തിൽ ശ്രദ്ധിക്കുകയും അതുകൊണ്ട് തന്നെ ആരോഗ്യം നോക്കാതെ ഷോട്ടിന് തയ്യാറാവുകയും ചെയ്തതുകൊണ്ട് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഉണ്ടായി. ഈ ഒരു ഗ്യാസ്ട്രിക് പ്രശ്നത്തെയാണോ ക്യാൻസർ രോഗിയാണ് എന്ന തരത്തിൽ വാർത്ത വന്നത്? ശരിക്കും ഇത്തരത്തിലുള്ള ഒരു ചെറിയ അസുഖത്തെയാണോ ക്യാൻസർ എന്ന തരത്തിൽ വരെ കൊണ്ടെത്തിച്ചതും? അതും മമ്മൂക്കയെ പോലെയുള്ള നടനും. അസുഖം വരാത്ത മനുഷ്യരുണ്ടോ ലോകത്ത്? മമ്മൂക്കയ്ക്കും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, അത് ടെസ്റ്റ് ചെയ്തു. നിലവിൽ നോമ്പായതുകൊണ്ട് തന്റെ ഭാഗം വരുന്ന രംഗങ്ങളെല്ലാം പൂർത്തിയാക്കി. ലാലേട്ടനും നയൻതാര എന്നിവർക്കൊപ്പമുള്ള രംഗങ്ങൾ അവരുടെ ഡേറ്റ് വൈകിയത് കൊണ്ട് തന്റെ ശരീരം ശ്രദ്ധിക്കാനും ആരാധകരുടെ സ്നേഹശല്യം ആശുപത്രിയിൽ ഉണ്ടാവുന്നത് ഒഴിവാക്കാൻ അമേരിക്കയിലേക്ക് പോകുന്നു എന്നതാണ് സത്യം. അത് ശരിയാണ്. കാരണം അദ്ദേഹം ഇവിടെയെങ്ങാനും ചികിത്സിക്കാൻ കയറിയാലേ ഉടനെ ആരാധകരുടെ ഒഴുക്ക് തന്നെയായിരിക്കും. ആ ആശുപത്രിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ നിന്ന് തിരിയാനുള്ള സമയം കാണില്ല. കാരണം അത്രയ്ക്കും തിരക്കായിരിക്കും. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സിന് എന്തെങ്കിലും സംഭവിച്ചു എന്ന് അറിഞ്ഞാൽ, ചെറിയ അസുഖമായാലും മതിയല്ലോ, അവിടെ ആരാധകരുടെ ഒഴുക്ക് തന്നെയായിരിക്കും. അപ്പൊ എന്തായാലും ഈ ഒരു ആരാധകരുടെ ശല്യം, അതായത് സ്നേഹശല്യമാണ് കേട്ടോ, ഈ ഒരു സ്നേഹശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ അഖിൽ മാരാർ കുറിച്ചത്. എപ്പോൾ മെസ്സേജ് അയച്ചാലും മറുപടി തരുന്ന മമ്മൂക്ക കഴിഞ്ഞ ദിവസവും അദ്ദേഹം സുഖമായിരിക്കുന്നു എന്ന മറുപടി എനിക്ക് അയച്ചിരുന്നു. ഈ സിനിമയുടെ കഥ പറയാൻ മഹേഷ് നാരായണൻ മുംബൈയിൽ വന്നപ്പോൾ മുതൽ ഇപ്പോൾ വരെയും ഞാനും ഇതിന്റെ നിശബ്ദമായ ഭാഗമാണ്. ഇന്നലകളിൽ നമ്മുടെ ജീവിതം ആനന്ദപൂർണ്ണമാക്കിയ ആസ്വാദ്യകരമാക്കിയ പ്രിയപ്പെട്ട മമ്മൂക്കയും ലാലേട്ടനും ആരോഗ്യത്തോടെ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥനകൾ. ഇതാണ് നമ്മുടെ അഖിൽ മാരാർ കുറിച്ച പോസ്റ്റ്. ശരിക്കും ഇത്തരത്തിൽ അദ്ദേഹത്തിന് അസുഖമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഒരു കാര്യം പറഞ്ഞ് ഇത്ര ഒരു വ്യാജ പ്രചരണം നടത്തിയത്? എന്തായാലും മമ്മൂക്കാക്ക് സുഖമാണ് എന്നറിഞ്ഞതിൽ ആരാധകർക്ക് ഒരു സന്തോഷമുണ്ട് അല്ലേ? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു തെറ്റായ വാർത്തകൾ കണ്ട് ആളുകൾക്ക് ഭയങ്കര സങ്കടം. എനിക്ക് തോന്നുന്നത് ഇതിന്റെ പിന്നാലെ തന്നെ ആരാധകർക്കായിരിക്കും ഏറ്റവും കൂടുതൽ അല്ലേ? അവര് താങ്കൾ സ്നേഹിക്കുന്ന ഇത്രയധികം ഫേമസ് ആയിട്ടുള്ള ആക്ടർക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ അവരുടെ സ്നേഹവും അല്ലെങ്കിൽ അവരുടെ വഴിപാടുകളും നേർച്ചകളും നമ്മുടെ മുക്കിന് മൂലം നമ്മൾ കാണും. അത് സ്വാഭാവികമാണ്. അതാണ് ആരാധകർ എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും ഇപ്പോൾ മമ്മൂക്കാക്ക് ഒരു അസുഖമില്ല എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം ഈ ഒരു റംസാൻ കാലം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇത്തരത്തിൽ മാറി നിന്നതും. കഴിഞ്ഞ ദിവസം നമ്മുടെ ലാലേട്ടനും ശബരിമലയിൽ പോയിരുന്നല്ലോ, അത് വാർത്തയിൽ ഉണ്ടായിരുന്നല്ലോ. അതിൽ ലാലേട്ടൻ നമ്മുടെ മമ്മൂക്കാക്ക് വേണ്ടിയിട്ട് വഴിപാടൊക്കെ നടത്തി എന്നാണ് പറയുന്നത്. വിശാഖം തിരുനാൾ, അതിന്റെ ഒരു റെസീറ്റ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്.